രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ജനവിധി നാളെ അറിയാം. രാവിലെ 8 മണി മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും. സംസ്ഥാനത്തൊട്ടാകെ 244 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണുള്ളത്. വോട്ടെണ്ണലിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. 6 കോർപ്പറേഷനുകൾ, 14 ജില്ലാ പഞ്ചായത്തുകൾ, 86 മുനിസിപ്പാലിറ്റി, 182 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 941 ഗ്രാമപഞ്ചായത്തുകൾ. 2 ഘട്ടങ്ങളായി നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ കേരളം എങ്ങനെ വിധിയെഴുതിയെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. നാളെ രാവിലെ 8 മണി മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും. 8:15 ആദ്യ ഫലസൂചനകൾ ലഭ്യമാകും. ഉച്ചയോടെ മുഴുവൻ ഫലവും അറിയാം. പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണുന്നത്. അതത് വരണാധികാരികൾക്കാണ് പോസ്റ്റൽ വോട്ടുകൾ എണ്ണാനുള്ള ചുമതല. പിന്നീട് ക്രമാനുസരണം 1-ാം വാർഡ് മുതൽ വോട്ടെണ്ണൽ തുടങ്ങും. ഓരോ പോളിംഗ് സ്റ്റേഷനിലെയും വോട്ടെണ്ണൽ പൂർത്തിയാകുന്ന മുറയ്ക്ക് കൗണ്ടിംഗ് സൂപ്പർവൈസർമാർ ഫലം രേഖപ്പെടുത്തും. റിസൾട്ട് ഷീറ്റ് തയ്യാറാക്കുന്ന മുറയ്ക്ക് ഓരോ ഗ്രാമപഞ്ചായത്തിന്റെയും ഫലം ബന്ധപ്പെട്ട വരണാധികാരികൾ നടത്തും. ഗ്രാമപഞ്ചായത്ത് വാർഡിലെ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളും ഒരു ടേബിളിൽ തന്നെയാണ് എണ്ണുക. കൗണ്ടിംഗ് ടേബിളുകളിൽ നിന്ന് ലഭിക്കുന്ന ടാബുലേഷൻ ഷീറ്റുകളുടെ അടിസ്ഥാനത്തിൽ ഓരോ ബ്ലോക്കിലെയും വോട്ടുകൾ ക്രമീകരിക്കും. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലെ വോട്ട് കണക്ക് ശേഖരിച്ച് വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർക്ക് ലഭ്യമാക്കും. സംസ്ഥാനത്തൊട്ടാകെ 244 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണുള്ളത്. വോട്ടെണ്ണലിന്റെ പുരോഗതിയും മറ്റു വിവരങ്ങളും അപ്പോൾ അപ്ലോഡ് ചെയ്യാനുള്ള ട്രെൻഡ് സോഫ്റ്റ്വെയറും സജ്ജമായി കഴിഞ്ഞു. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ശക്തമായ പോലീസ് സംരക്ഷണവും ഏർപ്പെടുത്തും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.